ഡോക്ടർ പി ജെ വിൻസെന്റ്, വിദേശകാര്യ വിദഗ്ധൻ, ടെലിഫോൺ ലൈനിലുണ്ട്. പി ജെ വിൻസെന്റ്, ഈ യൂറോപ്യൻ യൂണിയന്റെ ഈ നീക്കം എത്രമാത്രം ഫലവത്താകും? തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കമാണ് യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആംഗ്ലോ ചൈനീസ് സഖ്യത്തെ ബ്രേക്ക് ചെയ്ത് ഗസ യുദ്ധം അവസാനിപ്പിക്കണം എന്ന ശക്തമായ നിലപാടിലേക്ക് യൂറോപ്പ് മാറിയിരിക്കുന്നു. അതിൽ തന്നെ ഫ്രാൻസും UK-യും കാനഡയും ചേർന്ന് രൂപപ്പെടുത്തിയ ഒരു സഖ്യം അടിയന്തരമായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നും അവിടുത്തെ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനും പുനർനിർമ്മാണ പ്രക്രിയ ആരംഭിക്കാനുമുള്ള നടപടികളിലേക്ക് നീങ്ങാൻ ശക്തമായി ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് അത്ര പ്രതീക്ഷിതമായ ഒരു കാര്യമായിരുന്നില്ല. അമേരിക്കയുടെ ഒരു സ്വാധീനത്തിനപ്പുറത്തേക്ക് പലപ്പോഴും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഫ്രാൻസ് ഒക്കെ പറഞ്ഞിരുന്നുവെങ്കിലും തങ്ങളുടെ അഭിപ്രായം നടപ്പിലാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള സമ്മർദ്ദം പ്രയോഗിക്കുന്നതിൽ നിന്ന് അവർ മാറി നിന്ന സാഹചര്യമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ പക്ഷേ ഇസ്രായേലി ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്താൻ, അക്കാദമികമായ സഹകരണം അവസാനിപ്പിക്കുവാനും അടക്കം ഉള്ള തീരുമാനം യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുനിന്ന് വരുന്നു. അത് ഫ്രാൻസും അതുപോലെ ബ്രിട്ടനും അത് സ്പിയർഹെഡ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മാത്രവുമല്ല 14,000-ഓളം കുട്ടികൾ അവര് വേണ്ടത്ര വൈദ്യസഹായം കിട്ടാതെ 48 മണിക്കൂറിനുള്ളിൽ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സാഹചര്യം നമ്മുടെ ലോകമനസാക്ഷിയുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലെങ്കിലും അതിശക്തമായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇന്റർനാഷണലിസം എന്നതിന് യാതൊരു മൂല്യവുമില്ലാതെ പോകും. നമുക്ക് യുണൈറ്റഡ് നേഷൻസ് തുടങ്ങി എത്രയോ സംഘടനകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ലോകം ഒരു ഗ്ലോബലൈസ്ഡ് ആണ്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ലോകത്തിന്റെ കൺമുമ്പിൽ ഒരു ജനോസിഡൽ ആക്ഷൻ നടക്കാൻ പോവുകയാണ്. അത് നമ്മൾ വിചാരിച്ചാൽ, ലോക സമൂഹം വിചാരിച്ചാൽ അതിനെ തടയാൻ കഴിയും. അതിന് മൂർത്തമായ നടപടികൾ വേണം. ആ നടപടികൾ ഇല്ലാതിരിക്കുമ്പോൾ മാനവികത ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ എടുത്തിട്ടുള്ള ഈ നിലപാട് ഫലം കാണും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി ശ്രീ വിൻസെന്റ്, ഈ വാർത്തയോട് പ്രതികരിച്ചത്.